സ്പോർട്സ് ലീഗ് ഫൈനലിലേക്ക് 3 ചുണ്ടനുകൾ യോഗ്യത നേടിയെന്നാണ് കണ്ണൻ നായർ കൊല്ലത്ത് നൽകുന്ന വിവരം. അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. കാരിച്ചാൽ, വിയപുരം, നിരണം എന്നീ ചുണ്ടനുകളാണ് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ നായർ ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണൻ, വലിയ ആവേശമാണ് അവിടെ എന്ന് നേരത്തെ തന്നെ കണ്ണൻ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ഫലങ്ങൾ എങ്ങനെയാണ്, വിവരങ്ങൾ എങ്ങനെയാണ്? ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് ഇക്കുറി ആര് നേടും, ഒപ്പം തന്നെ പ്രസിഡൻസ് ട്രോഫി 10ാമത് പ്രസിഡൻസ് ട്രോഫി ആര് നേടുമെന്ന് അറിയാൻ നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. അങ്ങ് വടക്ക് ഭാഗത്ത് നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അമ്പയർമാർ മറ്റ് ആൾക്കാരെല്ലാം തന്നെ നടപ്പാക്കിയിരിക്കുന്നു. അങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ആ ഫൈനലിലേക്കുള്ള വിസിൽ മുഴങ്ങുകയാണ്. അതോടുകൂടി ഇത്തവണത്തെ ചാമ്പ്യൻസ് സ്പോർട്സ് ലീഗ് ആര് മുത്തമിടും, ഒപ്പം തന്നെ പ്രസിഡൻസ് ട്രോഫിയിൽ, കൊല്ലത്തിൻ്റെ സ്വന്തമായിട്ടുള്ള പ്രസിഡൻസ് ട്രോഫിയിൽ ആര് മുത്തമിടും എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 3 വള്ളങ്ങൾ, ചരിത്രമുള്ള, പാരമ്പര്യമുള്ള, കൈക്കരുത്തും മെയ്ക്കരുത്തുമുള്ള, തുഴച്ചിൽക്കാൻ തുഴയുന്ന 3 വള്ളങ്ങൾ. അതിലൊന്നാമത്തേത് കാരിച്ചാലാണ്. എടുത്തു പറയേണ്ടത് ജലരാജാവെന്ന് പറയുന്ന കാരിച്ചാൽ. നാഗങ്ങളെ പോലെ, കരുനാഗങ്ങളെ പോലെ വെള്ളത്തുള്ളികളെ തെന്നിമാറ്റിച്ചുകൊണ്ട് മുന്നോട്ട് കുതിച്ചു പായുന്ന കാരിച്ചാൽ 2ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ നിരണം അപ്പർ കുട്ടനാട്ടിലെ വള്ളമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ വള്ളമാണ്. നാട്ടുകാരുടെ വള്ളമാണ് നിരണം. എടുത്തു പറയേണ്ടത് 3 മിനിറ്റ് 48 സെക്കൻഡുകൾ കൊണ്ടാണ് നിരണം 1ാം സ്ഥാനത്തേക്ക്, ഹീറ്റ്സിലെ 1ാം സ്ഥാനക്കാർ നിരണം എന്ന് പറയാം. കാരിച്ചാലിനെയും വിയപുരത്തിനെയും 2-3 സ്ഥാനത്തേക്കാക്കിക്കൊണ്ട് നിരണം 3 മിനിറ്റ് 48 സെക്കൻഡുകൾ കൊണ്ട് ഹീറ്റ്സ് മത്സരങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് എത്തിയ വള്ളം 1ാം ട്രാക്കിൽ തുഴയുന്നു. 2ാം ട്രാക്കിൽ കാരിച്ചാൽ, 3ാം ട്രാക്കിൽ വിയപുരം. അതും അപ്പർ കുട്ടനാട്ടിൽ നിന്നുള്ള വള്ളമാണ്. അപ്പർ കുട്ടനാട്ടിലെ കർഷകരായിട്ടുള്ള ആൾക്കാർ തുഴയുന്ന വള്ളമാണ്. അങ്ങനെ 3 വള്ളങ്ങൾ, 1ാം ട്രാക്കിൽ നിരണം, 2ാം ട്രാക്കിൽ കാരിച്ചാൽ, 3ാം ട്രാക്കിൽ വിയപുരം. ആ 3 വള്ളങ്ങൾ വളരെ വാശിയോടുകൂടി തുഴഞ്ഞു വരുന്ന ഒരു കാഴ്ചയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പൂർത്തിയായിരിക്കുന്നു. ഇതാ നമുക്ക് ഏതാണ്ട് 1 കിലോമീറ്ററും 100 മീറ്റർ മാത്രമുള്ള ഒരു ട്രാക്കാണ്. അഷ്ടമുടിയുടെ 8 മുടികളെയും കോരിത്തരിപ്പിക്കുന്ന ഒരു ജലമാമാങ്കം നടക്കാൻ പോവുകയാണ്. അഷ്ടമുടിയുടെ ഇരുകരകളിലും ഒട്ടേറെ ആൾക്കാർ, വള്ളംകളി പ്രേമികൾ ആവേശത്തോടു കൂടി കാത്തിരുന്ന് വഞ്ചിപ്പാട്ട് പാടി ആർപ്പ് വിളിച്ച് കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ്. വള്ളംകളിയുടെ നാട് ആലപ്പുഴയാണെങ്കിൽ കൊല്ലത്തിനും ഒട്ടും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ വഞ്ചിപ്പാട്ട് പാടി കാത്തിരിക്കുകയാണ്. ഒരു സൈഡിൽ കമൻട്രേറ്റർമാരുടെ കമൻട്രി ഉണ്ടെങ്കിൽ മറുഭാഗത്ത് വഞ്ചിപ്പാട്ട് പാടി നിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടി, വളരെ ഉത്സാഹത്തോടു കൂടി, ഇതൊരു വള്ളംകളി സീസണിന് അവസാനം കുറിക്കുന്ന ഒരു മത്സരം കൂടിയാണ്. വള്ളംകളി സീസണിന് അവസാനം കുറിക്കാൻ പോകുന്ന ഒരു മത്സരം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഓരോ ആൾക്കാരും ഇവിടേക്ക് കാത്തിരിക്കുന്നത്. നമുക്ക് ഒരു വെള്ളക്കൊടി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വെള്ളക്കൊടി സമാധാനത്തിൻ്റെതാണ്. ഈ മറ്റ് ലോക രാജ്യങ്ങളിലൊക്കെ തന്നെയെങ്കിൽ ഇത് ഈ ട്രാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ട്രാക്ക് ക്ലിയറായി എന്ന് തെളിയിക്കുന്ന ഒരു വെള്ളക്കൊടിയാണ്. ആ കൊടി ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ കാണാൻ സാധിക്കുന്നു. അതോടുകൂടി ആ ഫൈനൽ മത്സരത്തിലേക്ക് ചുണ്ടൻ വള്ളങ്ങൾ പോകും. 1ാം ട്രാക്കിൽ നിരണം, 2ാം ട്രാക്കിൽ കാരിച്ചാൽ, 3ാം ട്രാക്കിൽ വിയപുരം. നിരണത്തെക്കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു വള്ളമാണ്. 1, 2, 3 ട്രാക്കുകളിൽ വള്ളം വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരണം എന്ന് പറയുന്നത് എടത്തുവ പോലെയുള്ള പ്രദേശത്തെ ഒരു ഗ്രാമപ്രദേശമാണ്. കർഷകർ ഏറെയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്തെ ആ ഒരു വള്ളം വന്ന് നിരണം ചുണ്ടനിൽ മത്സരിക്കുന്നു. നിരണത്തെ ബോട്ട് ക്ലബ്ബ്, നിരണം ബോട്ട് ക്ലബ്ബാണ് ആ ചുണ്ടനിൽ മത്സരിക്കുന്നത്. അവർ 3.4826 മൈക്രോ സെക്കൻഡുകൾക്കാണ് ഈ 1100 മീറ്റർ തുഴഞ്ഞ് 1ാം സ്ഥാനത്തേക്ക് എത്തിയത്. 2ാം സ്ഥാനത്തേക്ക് എത്തിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാരിച്ചാൽ വിയപുരം ചുണ്ടനാണ്. 3.5318 1 മൈക്രോ സെക്കൻഡിന്റെ 0.001 മൈക്രോ സെക്കൻഡിന്റെ വ്യത്യാസത്തിലാണ് കാരിച്ചാൽ 3ാം സ്ഥാനത്തേക്ക്. ട്രോഫിയിലും ഇഞ്ചോടിഞ്ച് പോര് നമ്മൾ കണ്ടതാണല്ലോ.